ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹോംലി കുക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഈവനിങ് സ്നാക്കായിട്ടാണ്. ഇത് നല്ല ഹെൽത്തിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ സ്നാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതൊരു 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. പയറിൻ്റെ മേലെ നിൽക്കുന്നത് പോലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ ഇവിടെ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പയർ കുഴഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുകയും വേണം. ഇനി ഇതൊന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം സ്നാക്ക് ചെയ്യാൻ തുടങ്ങാം. പയറിൻ്റെ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് കുറച്ച് ചേർത്ത് ഇത് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, ചെറിയ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ബിസ്ക്കറ്റിന് പകരം സ്നാക്കായിട്ട് ഇത് നമുക്ക് കൊടുത്തു വിടാവുന്നതേ ഉള്ളൂ. അപ്പോൾ തേങ്ങ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഡയറ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്തിട്ട് കഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. പഞ്ചസാരയും കൂടെ എല്ലാ ഭാഗത്തേക്കും വരണ മാതിരി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ഇത് ആർക്ക് വേണമെങ്കിലും, ചെറിയ കുട്ടികൾക്ക് വരെയും ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.